തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ നഗറിനെ ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദത്താൽ മുഖരിതമാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചത് മീറ്റ് ജീസസ് പ്രയർ ടീം എന്ന പേരിലുള്ള കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് 28 വർഷങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം കൺവെൻഷൻ എന്ന പേരിൽ അവിടെ കൺവെൻഷൻ ആരംഭിച്ചതു മുതലാണ്. ഈ 28ാം കൺവെൻഷൻ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി 2021 നവംബർ മാസം 11 വ്യാഴം മുതൽ 14 ഞായർ വരെയുള്ള ദിവസങ്ങളിൽ നടക്കുകയാണ്. ഷെക്കീന TV-യിലും ഷെക്കീന YouTube ചാനലിലും ഇത് നമുക്ക് കേൾക്കാവുന്നതാണ്. പ്രസിദ്ധ വാഗ്മിയും അതിനേക്കാൾ അപ്പുറത്ത് മിഷൻ തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന വ്യക്തിത്വവുമായ ആദിലാബാദ് രൂപതയുടെ മെത്രാൻ തൃശ്ശൂർക്കാരനായ അഭിമന്യ പ്രിൻസ് പാണങ്കാടൻ പിതാവാണ് പ്രധാനമായും ഈ കൺവെൻഷന് പ്രഭാഷണം, സന്ദേശം, ദൈവവചനം നൽകുന്നത്. ദൈവശബ്ദം കൺവെൻഷനിലൂടെ വളരെയേറെ ദൈവകൃപ തൃശ്ശൂർ നഗറിൽ ശക്തൻ തമ്പുരാൻ നഗറിലേക്ക് വരുന്ന എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും സാക്ഷികളാണ്. കോവിഡിൽ നമുക്ക് ഒന്നുചേരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ഓൺലൈനായി ഷെക്കീന TV-യിലൂടെ YouTube ചാനലിലൂടെ ഇതിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കാൻ നിങ്ങളേവരെയും ഈ കൺവെൻഷനിലേക്ക് രാത്രി 9 മുതൽ 10 വരെ നടക്കുന്ന കൺവെൻഷനിലേക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളേവരെയും ക്ഷണിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ഈ കൺവെൻഷൻ ഇന്ന് 2021 നവംബർ 11 ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഈ കൺവെൻഷനിൽ പങ്കുചേരുന്ന ഓരോരുത്തരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 28ാം ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതമരുളുന്നു. കഴിഞ്ഞ 28 വർഷങ്ങളായി അനേകായിരങ്ങൾക്ക് ദൈവവചനം കേൾപ്പിച്ചു കൊടുക്കുകയും അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ദൈവശബ്ദം ഈ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഷെക്കീന TV-യിലൂടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ എല്ലാവരുടെയും മേൽ വന്ന് നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, പൗലോസിൻ്റെ പ്രസംഗം കേട്ടവരിൽ തിയത്തീറ പട്ടണത്തിൽ നിന്നുള്ള ദൈവഭക്തയും പട്ടുവസ്ത്ര വിൽപ്പനക്കാരിയുമായ ലീദിയ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇന്ന് 28ാം ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ ഈ ദൈവശബ്ദത്തിൽ പങ്കെടുക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനും ആവശ്യമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വിട്ടുകൊടുക്കാം. അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ തുറക്കട്ടെ. ദൈവവചനം കേൾക്കുവാനും ആ വചനം ധ്യാനിക്കുവാനും ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള കൃപ സർവശക്തനായ ദൈവം നമ്മുടെ മേൽ ധാരാളമായി വർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ നിവേശത്താൽ എഴുതപ്പെട്ട വചനം നാം ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാലാണ് ഈ വചനം എഴുതപ്പെട്ടത്. അതിനാൽ ഈ വചനം നാം ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം. നമുക്ക്
പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ച് ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ലീദിയായുടെ ഹൃദയം തുറന്ന കർത്താവ് നമ്മുടെ ഹൃദയം തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പ്രവേശിക്കാം. അത്യുന്നതന്റെ അഭിഷേകം, സർവശക്തന്റെ പുത്തൻ അഭിഷേകം. 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 യേശുനാമത്തിൽ, യേശു രക്തത്താൽ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. യേശുവിൻ്റെ നാമത്താൽ അഭിഷേകം, വീടുതല എന്നിലെന്നും നിറഞ്ഞിടട്ടെ. യേശുവിന്റെ നാമത്താൽ അഭിഷേകം, വീടുതല എന്നിലെന്നും നിറഞ്ഞിടട്ടെ. യേശുവിൻ്റെ നാമത്താൽ അഭിഷേകം, വീടുതല എന്നിലെന്നും നിറഞ്ഞിടട്ടെ. യേശുവിന്റെ നാമത്താൽ അഭിഷേകം, വീടുതല എന്നിലെന്നും നിറഞ്ഞിടട്ടെ. ദൈവം നൽകും നാമം, യേശുവിൻ്റെ നാമം, ഇന്നോളം കാണാത്ത മാറാത്ത നാമം. ദൈവം നൽകും നാമം, യേശുവിന്റെ നാമം, ഇന്നോളം കാണാത്ത മാറാത്ത നാമം. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. അത്യുന്നതന്റെ അഭിഷേകം, സർവശക്തന്റെ പുത്തൻ അഭിഷേകം. അത്യുന്നതന്റെ അഭിഷേകം, സർവശക്തന്റെ പുത്തൻ അഭിഷേകം. യേശുനാമത്തിൽ, യേശു രക്തത്താൽ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഈശോ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, നിറയണമേ നിറയണമേ, ആത്മാവേ ആത്മാവേ, നിറയണമേ നിറയണമേ, ആത്മാവേ ആത്മാവേ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. യേശുനാമത്തിൽ,
യേശു രക്തത്താൽ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് ധ്യാനിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ സിനഗോഗ് അധികാരിയായ ജായിറൂസിൻ്റെ മകളെ ഉയർപ്പിക്കാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഈശോ ജായിറൂസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് ഈ ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമായി കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ ഈശോ മാർത്തായോട് പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. വിശ്വാസത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ 3 വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വചനം, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വചനം, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനം, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശ്വാസം എത്രയോ ശക്തമാണെന്ന്, വിശ്വാസത്തിൻ്റെ ഫലം എത്ര ശക്തമാണെന്ന് ഈ 3 വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത്? യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം ഇപ്പോൾ തന്നെ ശക്തമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം ബലഹീനമായിരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ നാം പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിന് കുറവുകൾ ഉണ്ടായിരിക്കാം. ഈ കുറവുകൾ പരിഹരിച്ച് ശക്തമായൊരു വിശ്വാസത്തിലേക്ക് വളർന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം എന്താണ്, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാം. യഥാർത്ഥ വിശ്വാസത്തിന് 2 ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമതായി, യഥാർത്ഥ വിശ്വാസം ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. രണ്ടാമതായിട്ട്, യഥാർത്ഥ വിശ്വാസം വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. വാക്കുകളിൽ മാത്രമുള്ളൊരു വിശ്വാസമല്ല, പ്രവൃത്തിയിലും ജീവിതത്തിലുമുള്ളൊരു വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ഈ 2 പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കാം. ആദ്യമായി ഞാൻ പറഞ്ഞു, യഥാർത്ഥ വിശ്വാസം എന്നത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത് 2 രീതിയിലാണ്. ഒരു കൂട്ടർ ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നു, മറ്റൊരു കൂട്ടർ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നവർ ദൈവത്തെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു, വിശ്വാസത്തിന് കാരണങ്ങൾ അന്വേഷിക്കുന്നു, കാര്യകാരണ സഹിതം അവർ ബുദ്ധി കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവം സർവശക്തനാണ്, ദൈവം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്, ദൈവം എല്ലാവരേക്കാൾ ഉപരിയാണ് എന്നൊക്കെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് ഏറ്റുപറയുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിലോ അവർ ബുദ്ധി കൊണ്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ഹൃദയത്തെ സമർപ്പിക്കുന്നു. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ വിശ്വസിക്കാൻ യാതൊരു നിർവാഹവുമില്ല, യാതൊരു കാരണവുമില്ല വിശ്വസിക്കാൻ. എങ്കിലും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ഹൃദയം സമർപ്പിക്കുന്നു. അതാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത. ഇനി ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നവരുടെ ചില പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വചനം കൊണ്ട് നമുക്ക് ആരംഭിക്കാം.
മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വചനം. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ ഈശോയെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് നാം ഈ വചനത്തിൽ വായിച്ചു കേട്ടത്. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. ഈശോ ആരാണെന്ന് അശുദ്ധാത്മാവ് ബാധിച്ച് ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട്, വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ആരാണെന്നും നീ എവിടെ നിന്ന് വന്നുവെന്നും എനിക്കറിയാം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ മനുഷ്യൻ ബുദ്ധി കൊണ്ട് യേശു ആരാണെന്ന് മനസ്സിലാക്കുന്നു. ആ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ അവൻ ഏറ്റുപറയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, നീ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് വിശ്വാസമാണോ? ഇത് വിശ്വാസമല്ല. കാരണം ഈ യേശു തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് അവന് ഇഷ്ടമല്ല. തൻ്റെ ജീവിതത്തിൽ യേശു ഇടപെടുവാൻ അവൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ആരാണെന്നറിയാം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, നീ എവിടെ നിന്ന് വരുന്നു എന്നറിയാം, എല്ലാം നല്ലത് തന്നെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇടപെടരുത്. നിന്നെ ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നില്ല, നിന്നെ ഞാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നില്ല. പക്ഷേ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. നമ്മിൽ പലരും ഇങ്ങനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നവരാണ്. നമ്മൾ ബുദ്ധി കൊണ്ട് വിളിച്ചു പറയുന്നു, യേശു രക്ഷകനാണ്, ദൈവം ഈ ലോകത്തിന് സൃഷ്ടാവാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി നമ്മൾ ഏറ്റുപറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ നമ്മൾ ആ യേശുവിന് സ്ഥാനം കൊടുക്കുന്നുണ്ടോ? അവന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നാം അനുവദിക്കുന്നുണ്ടോ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവർ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കും. പക്ഷെ ഈ മനുഷ്യൻ ഈശോയെ തൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കുന്നില്ല. ഈശോ ഇടപെടുന്നത് അവന് ഇഷ്ടമല്ല. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 6-7 വചനങ്ങൾ നമുക്ക് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 6-7 വചനങ്ങൾ. അകലെ വെച്ചു തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ഇവൻ, ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ യേശുവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. യേശുവിൻ്റെ ദൈവത്വത്തെ പലപ്പോഴും ശിഷ്യന്മാർ പോലും മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ടിരുന്നു. ജനക്കൂട്ടം യേശുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടിരുന്നു. പക്ഷെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ പറയുകയാണ്, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ എന്നാണ് ആ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അംഗീകരിക്കുന്നു, ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് അംഗീകരിക്കുന്നു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ ഹൃദയം സമർപ്പിക്കാൻ അവൻ ഒരുക്കമല്ല. ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നില്ല, ജീവിതത്തിലേക്ക് യേശുവിനെ അവൻ ക്ഷണിക്കുന്നില്ല. അവൻ പറയുന്നത്, എൻ്റെ കാര്യത്തിൽ നീ എന്തിനാണ് ഇടപെടുന്നത്? നീ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ദൈവത്തിൽ നിന്ന് വരുന്നവനാണ്, നീ ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. എൻ്റെ ജീവിതം എൻ്റെ, നിന്റെ ജീവിതം നിനക്ക് എന്ന മട്ടിലാണ് ഇവൻ സംസാരിക്കുന്നത്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നു, ആലോചന കൊണ്ട് തിരിച്ചറിയുന്നു, പക്ഷെ ഹൃദയം മാത്രം സമർപ്പിക്കുന്നില്ല. നമ്മിൽ ബഹുഭൂരിപക്ഷം പേരും ഈ തലത്തിൽ നിൽക്കുന്നവരാണ്. ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കാതെ ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പരിശ്രമിക്കുന്നു. ഈ ബുദ്ധി കൊണ്ട് മാത്രം വിശ്വസിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ലക്ഷണമല്ല. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ യാക്കോബ് ശ്ലീഹ തൻ്റെ ജനത്തോട് പറയുകയാണ്, ദൈവം ഏകനാണെന്ന്
നീ വിശ്വസിക്കുന്നുവോ അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നല്ല കാര്യം. പക്ഷേ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, അവ ഭയം കൊണ്ട് വിറയ്ക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. അപ്പോൾ ദൈവം ഏകനാണെന്ന് നീ ബുദ്ധി കൊണ്ട് വിശ്വസിച്ചത് കൊണ്ട് ആ വിശ്വാസം പൂർണ്ണമാകുന്നുണ്ടോ? ഈശോ ഈ ലോകത്തിൻ്റെ രക്ഷകനാണെന്ന് നീ വിശ്വസിക്കുന്നു, നല്ല കാര്യം. ഈശോ സർവശക്തനാണെന്ന് നീ വിശ്വസിക്കുന്നു, നല്ല കാര്യം. ഈശോ ദൈവപുത്രനാണെന്ന് നീ നിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നു, നല്ല കാര്യം. പക്ഷെ നിന്റെ വിശ്വാസം അവിടെ നിൽക്കുകയാണെങ്കിൽ പിശാചുക്കളുടെ വിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായി നിനക്കെന്ത് പ്രത്യേകതയാണുള്ളത്? നിന്റെ വിശ്വാസം നിന്റെ ഹൃദയത്തിൻ്റെ തലത്തിലേക്ക് വളരണം. ദൈവത്തെ ബുദ്ധി കൊണ്ട് ഏറ്റുപറയുന്നതും അധരം കൊണ്ട് ഏറ്റുപറയുന്നതും വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയല്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് പോലും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്. അപ്പോൾ നാം ഇതുവരെ കണ്ടത് വിശ്വാസം ശക്തമാണ്, വിശ്വാസത്തിൻ്റെ ഫലം വളരെ വലുതാണ്. പക്ഷേ എന്താണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? രണ്ട് പ്രത്യേകതകളുള്ളതായി നാം കണ്ടു. അതിൽ ആദ്യത്തെ പ്രത്യേകതയെക്കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ് യഥാർത്ഥ വിശ്വാസം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നതാണ് ഉത്തമമായ വിശ്വാസത്തിൻ്റെ ലക്ഷണം. ഈ ലോകത്തിലുള്ള എല്ലാവരും രണ്ട് തരത്തിൽ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ തരത്തിലുള്ളവർ ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നു, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു, ബുദ്ധി കൊണ്ട് കാരണം അന്വേഷിക്കുന്നു. ഈ കാരണം കൊണ്ട് ദൈവം ശക്തനാണെന്ന് പറയുന്നു, ഈ കാരണം കൊണ്ട് ദൈവം നല്ലവനാണെന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ട്, എനിക്ക് ചോദിച്ചതെല്ലാം ലഭിച്ചു, എൻ്റെ ജീവിതത്തിൽ വലിയ നന്മകളുണ്ടായി, അതുകൊണ്ട് ദൈവം ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കാണുന്നു, കാരണങ്ങൾ കാണുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമാണ്. അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. ഇനിയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ 3 വ്യക്തികളുടെ ജീവിതം നമുക്ക് പരിശോധിക്കാം. അവർ വിശ്വസിച്ചത് ബുദ്ധി കൊണ്ടായിരുന്നില്ല, ഹൃദയം കൊണ്ടായിരുന്നു. ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ അവർക്ക് വിശ്വസിക്കാനേ സാധിക്കില്ലായിരുന്നു. കാരണം വിശ്വസിക്കാൻ തക്ക കാരണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനെ അപ്പുറത്ത് അവർ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ ദൈവത്തിൽ അവർ ആശ്രയിച്ചു. ഒന്നാമതായി അബ്രഹാം എങ്ങനെയാണ് കർത്താവിൽ വിശ്വസിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 5-6 വചനങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 5-6 വചനങ്ങൾ. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുവാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു. എന്താണ് അവൻ വിശ്വസിച്ചത്? അവന് മക്കളുണ്ടാകുമെന്ന്. ദൈവം പറഞ്ഞതുകൊണ്ട് അവൻ വിശ്വസിക്കുന്നു. ഈ അബ്രാഹത്തിൻ്റെ അവസ്ഥ എന്താണ്? അവൻ പ്രായം കഴിഞ്ഞവനായിരുന്നു. 90-ന് മുകളിൽ വയസ്സുള്ള ഒരു മനുഷ്യൻ. അവൻ്റെ ഭാര്യയും അതുപോലെ പ്രായം കവിഞ്ഞവളായിരുന്നു. അതിനേക്കാൾ ഉപരിയായി സാറ വന്ധ്യയായിരുന്നു. 90 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷൻ ചിന്തിക്കുകയാണ്, എനിക്ക് മക്കളുണ്ടാകുമെന്ന്. ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അധികമായി എൻ്റെ സന്താനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് 90 കഴിഞ്ഞൊരു മനുഷ്യൻ വിശ്വസിക്കുന്നു. ഇത് ബുദ്ധി കൊണ്ട് വിശ്വസിക്കാവുന്ന കാര്യമാണോ? ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അബ്രഹാത്തിന് വിശ്വസിക്കാൻ കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. ഇനി അവൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവൾ പ്രായം കവിഞ്ഞവളായിരുന്നു, അവൾ വന്ധ്യയായിരുന്നു.
90 വയസ്സുള്ളൊരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, എനിക്ക് മക്കളുണ്ടാകും, എന്നോടൊപ്പം തന്നെ പ്രായമുള്ള വന്ധ്യയായ എൻ്റെ ഭാര്യ പ്രസവിക്കും എന്നൊക്കെ അബ്രഹാം വിശ്വസിച്ചു. അത് അവന് നീതീകരണമായി അവിടുന്ന് കണക്കാക്കി. കാരണം അവൻ വിശ്വസിച്ചത് ബുദ്ധി കൊണ്ട് അല്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ വിശ്വസിക്കാൻ അവന് യാതൊരു കാരണവുമില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ 5-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യം, സാധാരണ രീതിയിൽ ഈ ലോകത്ത് നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു കാര്യം, ഇങ്ങനെയൊരു കാര്യം നടക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചുവെങ്കിൽ ആ വിശ്വാസം ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമല്ല, ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. എന്നോട് പറഞ്ഞവൻ തമ്പുരാനാണ്, എൻ്റെ തമ്പുരാൻ വിശ്വസ്തനാണ്, അവൻ്റെ വാക്കുകൾ നിറവേറുമെന്ന് അബ്രഹാം ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അബ്രഹാം വിശ്വസിച്ചത്. ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ലക്ഷണം. ബുദ്ധി കൊണ്ട് വിശ്വസിക്കാതെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ഹൃദയം സമർപ്പിക്കുക. നീ പറഞ്ഞത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഈ അബ്രഹാം തന്നെയാണ് പിന്നീട് ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ ഇസഹാക്കിനെ ബലിയർപ്പിച്ചത്. ഒരേ ഒരു മകനെ ബലിയർപ്പിച്ചാൽ പോലും എൻ്റെ സന്തതി പരമ്പര ഈ ഭൂമുഖത്തുണ്ടാകുമെന്ന് വിശ്വസിക്കുവാൻ അബ്രാഹത്തിന് സാധിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് കൊണ്ടാണ്. ബുദ്ധി കൊണ്ട് വിശ്വസിച്ചുവെങ്കിൽ അവൻ കർത്താവിനെതിരെ സംസാരിക്കുമായിരുന്നു. എൻ്റെ സന്തതി പരമ്പര ഈ ഭൂമിയിൽ ധാരാളമായി വർദ്ധിക്കുമെന്ന് നീ പറഞ്ഞു, എനിക്കുള്ളത് ഒരേ ഒരു മകൻ, ഈ മകനെ ഞാൻ ബലി കഴിച്ചാൽ എങ്ങനെ നിന്റെ വാഗ്ദാനം നിറവേറുമെന്ന് അബ്രാഹത്തിന് ബുദ്ധി കൊണ്ട് ആലോചിച്ച് തമ്പുരാനോട് ചോദിക്കാമായിരുന്നു. പക്ഷെ അബ്രാഹാം ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നില്ല. അബ്രാഹാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണ്, ഈ ഏകൈക മകനെ ഞാൻ ബലിയർപ്പിച്ചാൽ പോലും എൻ്റെ തമ്പുരാന് ഈ ഭൂമുഖത്ത് എനിക്ക് വേണ്ടി വംശപരമ്പരകളെ ഉയർത്തുവാൻ സാധിക്കുമെന്ന് അബ്രാഹാം വിശ്വസിച്ചു. ഇത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ വിശ്വസിക്കാൻ നാം പ്രയാസപ്പെടുന്നു. കാരണം എന്താണ്? ബുദ്ധി കൊണ്ട് നാം വിശ്വസിക്കാൻ പരിശ്രമിക്കുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, കാരണങ്ങൾ അന്വേഷിക്കുന്നു, ആലോചിച്ച് വിശ്വസിക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചാൽ നമുക്കൊരിക്കലും പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് വളരുവാൻ സാധിക്കില്ല. എൻ്റെ രോഗത്തിൻ്റെ കാരണം എന്താണ്? എൻ്റെ തകർച്ചയുടെ കാരണം എന്താണ്? എൻ്റെ വേദനകളുടെ കാരണം എന്താണെന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്കൊരു എത്തും പിടിയും കിട്ടുകയില്ല. മറിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ആ വേദനകളെ രക്ഷയുടെ അനുഭവങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് അബ്രാഹാം ചെയ്തത്. രണ്ടാമതായി യോബിൻ്റെ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. യോബ് എങ്ങനെയാണ് വിശ്വസിച്ചത്? യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച്, യോബിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വചനം പറയുന്ന കാര്യം നമുക്ക് വായിക്കാം. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വചനം. ഊസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന ദൈവഭക്തനായി ജീവിച്ചവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. ഇതാണ് ജോബിനെ കുറിച്ചുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു വിവരണം. ഊസ് ദേശത്ത് ജോബ് എന്ന പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ തിന്മയിൽ നിന്നകന്ന ദൈവഭക്തനായി ജീവിച്ചു. അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. ഇത്രയും നീതിനിഷ്ഠനായൊരു മനുഷ്യന്, ഇത്രയും ദൈവഭക്തനായൊരു മനുഷ്യന് വന്ന കഷ്ടതകൾ എത്ര അനവധിയാണ്. അവന് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ദുരിതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നു. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-8 വചനങ്ങളിൽ ജോബിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നത് വായിച്ചാൽ നാം ഞെട്ടിപ്പോകും. ജോബിൻ്റെ 1-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നിന്ന് 2-ാം അധ്യായം 7-8 വചനങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും പരിപൂർണമായി തകർന്നടിഞ്ഞ ഒരു മനുഷ്യനെ നാം കാണുന്നു.
ജോബിനെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ജോബിന്റെ ശരീരത്തെ അടിമുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. 1-ാം അധ്യായം 1-ാമത്തെ വചനം: ജോബ് തിന്മയിൽ നിന്ന് അകന്നു ജീവിച്ചവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നീതിനിഷ്ഠനായിരുന്നു. അത്ര വിശിഷ്ടമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ ജോബിന്റെ അവസ്ഥ എന്താണ്? അടിമുതൽ മുടി വരെ വ്രണം കൊണ്ട് നിറഞ്ഞ ശരീരം. ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് തൻ്റെ വ്രണങ്ങൾ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. സാധാരണ രീതിയിൽ ഇനി വിശ്വസിച്ചിട്ട് കാര്യമില്ല. നീതിനിഷ്ഠനായ ഒരു മനുഷ്യനാണ് ഇത് വന്നിരിക്കുന്നത്. നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ഇത് വന്നിരിക്കുന്നത്. തിന്മയിൽ നിന്ന് അകന്നു ജീവിച്ച ഒരു മനുഷ്യനാണ് ഇത് വന്നിരിക്കുന്നത്. പാപം ചെയ്തതുകൊണ്ട് എനിക്കിങ്ങനെ വന്നതാകാം എന്ന് കരുതാൻ യോബിന് സാധിക്കില്ല. കാരണം യോബ് പാപം ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ വേദനിപ്പിച്ചതുകൊണ്ട് അവരുടെ ശാപം കിട്ടിയതാണെന്ന് കരുതുവാൻ ജോബിന് നിർവാഹമില്ല. കാരണം ജോബ് നീതിനിഷ്ഠനായിരുന്നു. നീതിനിഷ്ഠനും നിഷ്കളങ്കനുമായൊരു മനുഷ്യന് വന്ന ദുരിതങ്ങളാണ് നാം വായിച്ചു കേട്ടത്. അടിമുതൽ മുടി വരെ ശരീരം മുഴുവൻ വ്രണം കൊണ്ട് നിറഞ്ഞു. ഓട്ട് കഷ്ണം കൊണ്ട് ചാരത്തിലിരുന്ന് വ്രണങ്ങൾ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഇനി വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. വിശ്വസിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം നിരർത്ഥകമാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ബുദ്ധി കൊണ്ടാണ് വിശ്വസിക്കുന്നതെങ്കിൽ, ജോബിൻ്റെ ഭാര്യ അക്കൂട്ടത്തിൽപ്പെട്ടവളായിരുന്നു, ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നവളായിരുന്നു. അവൾ ജോബിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജോബിനോട് ചോദിക്കുകയാണ്: ഇനി നീ എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇനിയും നീ എന്തുകൊണ്ടാണ് ദൈവഭക്തനായിരിക്കുന്നത്? ദൈവത്തെ ശപിക്കുക, എന്നിട്ടും മരിക്കുക. അതാണ് നിനക്ക് ഇതിലും നല്ലത്. അവളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലായിരുന്നു. കാരണം അവൾ ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നവളായിരുന്നു. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ ഭാര്യ ജോബിനോട് പറഞ്ഞ കാര്യം നാം വായിക്കുന്നു: ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. നീ ദൈവത്തെ ശപിക്കുക, മരിക്കുക. കാരണം വിശ്വസിക്കാൻ നിനക്കൊരു കാരണങ്ങളില്ല. നിന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നീ നീതിമാനായി ജീവിച്ചു, നീതിനിഷ്ഠനായി ജീവിച്ചു, നിഷ്കളങ്കനായി ജീവിച്ചു, തിന്മയിൽ നിന്ന് അകന്നു ജീവിച്ചു, ദൈവഭക്തനായി ജീവിച്ചു. എന്നിട്ടും നിനക്ക് ദുരിതങ്ങൾ വന്നുവെങ്കിൽ, നിനക്ക് സങ്കടങ്ങൾ വന്നുവെങ്കിൽ, നിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞുവെങ്കിൽ ഇനി നീ വിശ്വസിച്ചിട്ട് കാര്യമില്ല. വിശ്വസിക്കാൻ നിനക്ക് യാതൊരു കാരണവുമില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ദൈവത്തെ ശപിക്കണം, നീ മരിക്കണം. ഇതായിരുന്നു ജോബിൻ്റെ ഭാര്യ ജോബിനോട് പറഞ്ഞത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു തകർച്ചയാണിത്. ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് രോഗം വന്നത്? ഞാൻ എന്തു പാപം ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായത്? ജീവിതത്തിലെ തകർച്ചകളെയും രോഗങ്ങളെയും വേദനകളെയും ബുദ്ധിമുട്ടുകളെയും നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും മനസ്സിലാക്കുവാൻ നാം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നാം ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ തമ്പുരാൻ ഏറ്റവും നല്ലവനാണെങ്കിൽ എനിക്ക് നന്മ മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ നാം പഠിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവന് തകർച്ചകളും വേദനകളും യാതനകളും ഒന്നും ഒരു പ്രശ്നമേ അല്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പോലും ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കും. ജോബ് അത്തരക്കാരനായിരുന്നു. അതുകൊണ്ട് ജോബ് ഭാര്യയോട് പറയുകയാണ്: നീ ഭോഷത്വം പറയുന്നുവോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കുവാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വചനം. ജോബ് പാപം ചെയ്തില്ല. ജോബ് ഭാര്യയോട് പറയുകയാണ്: ദൈവകരങ്ങളിൽ നിന്ന് നന്മകൾ ലഭിച്ചപ്പോൾ നമ്മൾ സ്വീകരിച്ചു, തിന്മകൾ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടേ? ഇത് ബുദ്ധി കൊണ്ടാണോ ചിന്തിക്കുന്നത്? അല്ല. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകില്ല. കാരണം നീതിനിഷ്ഠനായൊരു മനുഷ്യൻ, നിഷ്കളങ്കനായൊരു മനുഷ്യൻ, പാപത്തിൽ നിന്ന് അകന്നു ജീവിച്ചവൻ, ദൈവഭക്തനായവൻ, അവന് ഇത്രയും കഷ്ടങ്ങൾ എന്തിനു വരണം? അവന് ഇത്രയും രോഗങ്ങളും പീഡനങ്ങളും എന്തിനു വരണം? ചിന്തിച്ചാൽ ഉത്തരമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനോ യാതൊരു പ്രശ്നവുമില്ല. യോബ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. എൻ്റെ തമ്പുരാൻ എനിക്ക് നന്മ അയച്ചാലും തിന്മ അയച്ചാലും ഞാൻ സ്വീകരിക്കും. കാരണം അവൻ എൻ്റെ തമ്പുരാനാണ്, എനിക്ക് നന്മ വരുത്തുന്നവനാണ്, എന്നെ സ്നേഹിക്കുന്നവനാണെന്ന ഉത്തമ ബോധ്യം. ഇത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. മൂന്നാമതായി പരിശുദ്ധ
അമ്മ. പരിശുദ്ധ അമ്മ ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് വിശ്വസിച്ചത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനങ്ങളിൽ ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് മംഗളവാർത്ത അറിയിക്കുന്നു. ഈ മംഗളവാർത്ത അറിയിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ അവസ്ഥ എന്താണ്? 26, 27 വചനങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ അവസ്ഥയാണ് ഈ വചനം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ഗബ്രിയേൽ ദൈവദൂതൻ വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? ജോസഫ് എന്ന പേരായ ഒരു മനുഷ്യനുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു കന്യകയായിരുന്നു അവൾ. ഏതൊരു സാധാരണ യഹൂദ സ്ത്രീയെയും പോലെ വിവാഹം ചെയ്ത് ഒരു പുരുഷനോടൊപ്പം ജീവിച്ച് മക്കൾക്ക് ജന്മം നൽകി ഒരു കുടുംബിനിയായി ജീവിക്കുവാൻ ആഗ്രഹിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. അല്ല എന്ന് പറയുവാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം ഗബ്രിയേൽ ദൈവദൂതൻ വരുന്ന സമയത്ത് ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ജോസഫിന് വിവാഹ നിശ്ചയത്തിൽ നൽകപ്പെട്ട കന്യകയായിരുന്നു ഈ പരിശുദ്ധ അമ്മ. ആ സമയത്താണ് ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് പറയുന്നത്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം മറ്റൊന്നാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ സ്വപ്നം തകരുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെക്കുറിച്ച് കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുകയാണ്. സ്വന്തം പദ്ധതികളും സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളും മാറ്റിവെച്ച് കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ ഈ ഗബ്രിയേൽ ദൈവദൂതനോട് പറയുകയാണ്. 38-ാമത്തെ വചനത്തിലെത്തുമ്പോൾ നാം വായിക്കുന്നത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. അപ്പോൾ സ്വന്തം സ്വപ്നമുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു കണക്ക് കൂട്ടലുണ്ടായിരുന്നു. ജോസഫിനോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കണം, ജോസഫിൻ്റെ ഭാര്യയായി ജീവിക്കണം, മക്കൾക്ക് ജന്മം നൽകണം, ഒരു കുടുംബിനിയായി ജീവിക്കണം, വീട്ടമ്മയായി ജീവിക്കണം, ഏതൊരു യഹൂദ സ്ത്രീയെയും പോലെ ഒരു ഭക്തയായ സ്ത്രീയായി ജീവിക്കണമെന്നൊക്കെ അവൾ ചിന്തിച്ചിരുന്നിരിക്കണം. അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, അവൾക്കൊരു കണക്ക് കൂട്ടലുണ്ടായിരുന്നു. പക്ഷെ ദൈവദൂതൻ വന്നിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വരും, നീ ഒരു പുത്രന് ജന്മം നൽകും, അവൻ മഹോന്നതനായിരിക്കും, അവൻ അവൻ്റെ ജനത്തെ സംരക്ഷിക്കുമെന്നൊക്കെ. അപ്പോൾ ഇവൾ പറയുകയാണ്, ശരി, ഞാൻ എൻ്റെ ഇഷ്ടം മാറ്റിവെക്കുന്നു, എൻ്റെ സ്വപ്നം ഞാൻ മാറ്റിവെക്കുന്നു, എൻ്റെ പദ്ധതികൾ ഞാൻ മാറ്റിവെക്കുന്നു, എൻ്റെ കണക്കുകൂട്ടുകൾ ഞാൻ മാറ്റിവെക്കുന്നു. ഇന്നു മുതൽ എൻ്റെ സ്വപ്നം നിൻ്റെ സ്വപ്നമാണ്, ഇന്നു മുതൽ എൻ്റെ പദ്ധതി നിൻ്റെ പദ്ധതിയാണ്. എനിക്ക് സ്വന്തമായി മറ്റൊരു ഇഷ്ടമില്ല, നിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുമ്പോൾ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ സ്വന്തം പദ്ധതികളും കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളും മാറ്റിവെക്കുവാൻ നമ്മൾ ഒരുക്കമാണോ? നമ്മുടെ പദ്ധതികൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ സ്വീകരിക്കാൻ നാം ഒരുക്കമാണോ? ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്കതിന് സാധിക്കുകയില്ല. സാധാരണ ഒരു യഹൂദ സ്ത്രീയെ പോലെ ജീവിതം നയിക്കുവാൻ പരിശ്രമിച്ച ആഗ്രഹിച്ച പരിശുദ്ധ അമ്മയോടാണ് ഗബ്രിയേൽ ദൈവദൂതൻ പറയുന്നത്, അല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതല്ല. അത് കേട്ടപ്പോൾ അവൾ അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. യഹൂദ സമ്പ്രദായം അനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് വിവാഹ നിശ്ചയം നടത്തുവാനുള്ള പ്രായം 12 വയസ്സാണ്. 12 വയസ്സ് മുതൽ എപ്പോൾ വേണമെങ്കിലും വിവാഹ നിശ്ചയം നടത്താം. 16-17 വയസ്സിനുള്ളിൽ വിവാഹവും നടക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അന്ന് എന്ത് വയസ്സുണ്ടായിരുന്നിരിക്കണം? 12-ൽ കൂടുതൽ, 16-17 വയസ്സിൽ കുറവായിട്ട്. ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കാണ് ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് ഇപ്രകാരം പറയുന്നത്. ഈ ഗ്രാമീണ പെൺകുട്ടിക്ക്, ആ സാധാരണ യഹൂദ പെൺകുട്ടിക്ക് ഈ ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ ആ വലിയ കാര്യം പൂർണ്ണമായും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായും ഇല്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ അവൾക്ക് സാധിക്കില്ലായിരുന്നു. ആ സാധാരണ പാവം ഗ്രാമീണ പെൺകുട്ടിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ല ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞത്. പക്ഷേ അവൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു.
ഹൃദയം കൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അവൾ വിട്ടുകൊടുത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. എൻ്റെ ഇഷ്ടമല്ല എന്നിൽ നിറവേറേണ്ടത്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ ആദ്യം ചോദിച്ചത്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് പറഞ്ഞത്? ഗബ്രിയേൽ ദേവദൂതൻ എന്താണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു, വിശദീകരിച്ചു കൊടുത്തു. ഈ വിശദീകരണം കേട്ടതിന് ശേഷവും ആ സാധാരണ പെൺകുട്ടിക്ക് ബുദ്ധി കൊണ്ട് ഇത് മുഴുവൻ മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? സാധാരണ രീതിയിൽ അവൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയില്ല. പക്ഷേ അവൾ വിശ്വസിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവൾ പറയുകയാണ്, നിന്റെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസിയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, 3 പേരുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു. അബ്രാഹത്തിൻ്റെ ജീവിതം, ജോബിൻ്റെ ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം. ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല. അബ്രാഹാം വയസ്സ് തികഞ്ഞവൻ, ഭാര്യ വയസ്സ് തികഞ്ഞവൾ, കൂടാതെ വന്ധ്യ. എന്നിട്ടും അവൻ വിശ്വസിക്കുകയാണ് അവർക്ക് മക്കളുണ്ടാകുമെന്ന്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും സമുദ്രതീരത്തിലെ മണൽത്തരികളെ പോലെയും മക്കളുണ്ടാകുമെന്ന് ഒരു പടുകിഴവൻ വിശ്വസിക്കുന്നു. സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യം. ജോബിൻ്റെ ജീവിതം നാം കണ്ടു. ശരീരം മുഴുവൻ വ്രണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മക്കളെല്ലാം മരിച്ചു കഴിഞ്ഞു, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ ചത്തൊടുങ്ങി. എന്നിട്ടും ആ മനുഷ്യൻ പറയുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തിന്മകൾ വന്നാൽ ഞാൻ തിന്മകൾ സ്വീകരിക്കും, നന്മകൾ സ്വീകരിച്ചതുപോലെ തന്നെ ഞാൻ തിന്മകളും സ്വീകരിക്കുമെന്ന്. വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ലാത്തപ്പോഴും, വിശ്വസിക്കുവാൻ സാധിക്കുന്ന യാതൊരു അടയാളവും ജീവിതത്തിൽ ഇല്ലാതിരുന്നപ്പോഴും അവൻ വിശ്വസിക്കുന്നു. പിന്നീട് പരിശുദ്ധ അമ്മ മറ്റൊരു രീതിയിൽ ജീവിച്ചിരുന്ന, മറ്റൊരു രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന, ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന സമയത്ത് വന്ന് ഗബ്രിയേൽ ദേവദൂതൻ പറയുകയാണ്, നിന്റെ ജീവിതം മറ്റൊരു രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. നീ ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും, നിനക്കൊരു പുത്രൻ ജനിക്കും, അവൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുമെന്ന്. ഒട്ടും മനസ്സിലാക്കാത്ത കാര്യം ഹൃദയം കൊണ്ട് അവൾ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. നമ്മൾ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമുക്ക് തകർച്ചകളുണ്ടാകാം, നമുക്ക് വലിയ പരാജയങ്ങളുണ്ടാകാം, നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകാം. ഈ സന്ദർഭങ്ങളിലെല്ലാം വിശ്വസിക്കണമെങ്കിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പഠിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസം ഉണ്ടാകുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അബ്രാഹാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടല്ല വിശ്വസിച്ചത്, ജോബ് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ടല്ല വിശ്വസിച്ചത്, പരിശുദ്ധ അമ്മ ബുദ്ധി കൊണ്ട് മനസ്സിലായത് കൊണ്ടല്ല വിശ്വസിച്ചത്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പോലും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ചങ്കുറപ്പ്, അതാണ് യഥാർത്ഥ വിശ്വാസം. സാധാരണ ബുദ്ധിക്ക് ചേരാത്ത കാര്യം, ഈ ലോകത്തിന് മനസ്സിലാക്കാത്ത കാര്യം, ഈ ലോകത്തിൻ്റെ ശാസ്ത്രങ്ങൾക്ക് മനസ്സിലാക്കാത്ത കാര്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണ് യഥാർത്ഥ വിശ്വാസം. അതാണ് വിശ്വാസത്തിൻ്റെ ചങ്കുറപ്പ്, അതാണ് വിശ്വാസത്തിൻ്റെ ബലം. ഈ ലോകം മുഴുവനും ഭോഷത്വം എന്ന് പറയുന്ന കാര്യങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഈ ലോകത്തിന് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. കുരിശിൽ മരിച്ചവൻ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നത് തന്നെ ഒരു വലിയ വിശ്വാസമാണ്. ഈ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കുരിശിൻ്റെ വലിയ ശക്തി അതെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ പഠിക്കുന്നവനാകുന്നു. ഈ ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് സൗഖ്യം നേടിയവരെ കുറിച്ച്, അത്ഭുതങ്ങൾ കണ്ടവരെ കുറിച്ച്, പാപമോചനം നേടിയവരെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ചിലയിടങ്ങളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാമത്തെ വചനം. ശതാധിപൻ തൻ്റെ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നു. യേശുവിനോട് പറയുന്നു, എൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുകയാണ്, അവൻ
വളരെ ക്ഷീണിതനാണ്, അവന് സൗഖ്യം വേണം. ഉടനെ ഈശോ പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഈശോ ഭവനത്തിലേക്ക് വരുന്നു, അവനെ സുഖപ്പെടുത്തുന്നു എങ്കിൽ അത് തീർച്ചയായും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈശോ വന്നു, ഈശോ ദൈവപുത്രനാണ്, ഈശോ സർവശക്തനാണ്, ഈശോ സൗഖ്യദായകനാണ്. അവൻ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഭൃത്യൻ സുഖപ്പെടുമെന്ന് വിശ്വസിക്കുവാൻ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഈ ശതാധിപൻ എന്താണ് പറയുന്നത്? ഈ ശതാധിപൻ പറയുകയാണ്, അങ്ങൻ്റെ ഭവനത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഇതാണ് വിശ്വാസം. ഇത് ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമല്ല, ഇത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. എൻ്റെ കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിലേക്ക് വരണമെന്നില്ല, അങ്ങ് സർവശക്തനാണ്, അങ്ങയുടെ ഒരു വാക്കു മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടാൻ. നമുക്കറിയാം, ഈ ശതാധിപൻ ഭൃത്യനെ കൂടെ കൊണ്ടുവന്നിരുന്നില്ല. ഭൃത്യൻ അകലങ്ങളിലുള്ള അവൻ്റെ വീട്ടിലായിരുന്നു. ഭൃത്യൻ ഒത്തിരി അകലത്തിലായിരുന്നു. അവിടെ വീട്ടിൽ അവൻ കിടക്കുകയായിരുന്നു. അവനെക്കുറിച്ചാണ് ഈ ശതാധിപൻ കർത്താവിനോട് പറയുന്നത്, അങ്ങൻ്റെ ഭവനത്തിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി, ആ വാക്കുകൊണ്ട് എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഇത് അവൻ പറഞ്ഞത് ബുദ്ധി കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ? ഹൃദയം കൊണ്ടാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരു മനുഷ്യൻ ഇവിടെ നിന്നൊരു വാക്കുച്ചരിച്ചാൽ അകലങ്ങളിലായിരിക്കുന്ന എൻ്റെ മകൻ സുഖപ്പെടുമെന്ന് അവൻ വിശ്വസിച്ചുവെങ്കിൽ അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത കാര്യമാണ്. ഹൃദയം കൊണ്ടാണ് അവൻ വിശ്വസിച്ചത്. അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി. മത്തായിയുടെ സുവിശേഷം 8-13 ഈശോ ഒരു വാക്ക് അരുളി ചെയ്യുന്നു, അവൻ്റെ ഭൃത്യൻ സുഖപ്പെടുന്നു. യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഈശോയുടെ ഒരു വാക്കുച്ചരിക്കുന്നു, അവിടെ ഭൃത്യൻ സുഖപ്പെടുന്നു. കാരണം അവൻ്റെ വിശ്വാസമാണ്. ഈശോ ഈ ശതാധിപനോട് പറയുന്ന കാര്യം വളരെ ശ്രദ്ധ അർഹിക്കുന്ന കാര്യമാണ്. ഈശോ എന്താണ് പറയുന്നത്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. എന്താണ് അവൻ വിശ്വസിച്ചത്? ശതാധിപനോട് പറയുകയാണ് ഈശോ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഈ ശതാധിപൻ എന്താണ് വിശ്വസിച്ചത്? ഈശോ ഒരു വാക്ക് അരുളി ചെയ്താൽ തൻ്റെ ഭൃത്യൻ സുഖപ്പെടുമെന്നാണ് അവൻ വിശ്വസിച്ചത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഈശോ പറയുന്നു. ആ സമയത്ത് തന്നെ ആ ഭൃത്യൻ സുഖപ്പെടുന്നു. ഈശോ പറഞ്ഞില്ല, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ നിൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു എന്ന്. ഈശോ പറഞ്ഞില്ല, എൻ്റെ കൃപ കൊണ്ട് ഞാൻ നിൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു എന്ന്. ഈശോ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈശോ പറഞ്ഞത്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതം തമ്പുരാന് വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്ത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ബുദ്ധി കൊണ്ട് ഒരു പക്ഷെ മനസ്സിലാകാത്ത കാര്യം, ഈ ലോകത്തിന് മനസ്സിലാകാത്ത കാര്യം, ഈ ലോകത്തിന് ഒരു ശാസ്ത്രത്തിനും കാരണം കണ്ടുപിടിക്കാത്ത കാര്യം നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സംഭവിക്കും. അതാണ് ഈശോ പറഞ്ഞത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ഇത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 9-ാം 21-22 വചനങ്ങളിൽ നാം ഒരു സ്ത്രീയെ കാണുന്നു. 12 വർഷങ്ങളായി രക്തസ്രാവ രോഗത്താൽ വലഞ്ഞിരുന്ന ഒരു സ്ത്രീ. അവളുടെ വിശ്വാസം എന്തായിരുന്നു? നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം 21 വചനം. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ വിചാരിച്ചിരുന്നു. ഇത് ബുദ്ധി കൊണ്ടാണോ അവൾ വിചാരിച്ചത്? സാധ്യതയില്ല. കാരണം തൻ്റെ പക്കലുള്ള പണം മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചവർ, അനേകം വൈദ്യരുടെ അടുത്തേക്ക് പോയവൾ, അനേകം മരുന്ന് കഴിച്ചവൾ, എന്നിട്ടും സുഖപ്പെടാത്ത കാര്യം ഒരുവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ സുഖപ്പെടുമെന്ന് വിശ്വസിക്കുന്നത് ബുദ്ധി കൊണ്ടാണോ? ബുദ്ധി കൊണ്ട് വിശ്വസിക്കാനുള്ള അടിസ്ഥാനം എന്താണ്? യേശുവിൻ്റെ വസ്ത്രത്തിൽ സൗഖ്യം നൽകാനുള്ള കഴിവുണ്ടോ? യേശുവിൻ്റെ വസ്ത്രത്തിന് ഇവളുടെ രോഗത്തെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടോ? ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഇല്ല. പക്ഷെ അവൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഇവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. അവൾ അങ്ങനെ പോയി
അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചു, അവൾക്ക് സൗഖ്യം കിട്ടി. 22-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈശോ അനേകം മനുഷ്യരുടെ കൂടെയാണ് നടന്നു നീങ്ങുന്നത്. വലിയ ജനക്കൂട്ടമാണ്. മറ്റൊരു ഭാഗത്ത് ഈശോ ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നുണ്ട്, അനേകർ അങ്ങയുടെ ചുറ്റും കൂടിയിരിക്കുന്നു, അനേകർ അങ്ങയെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു, ഈ തിക്കും തിരക്കിലും പെട്ട് അനേകർ അങ്ങയെ സ്പർശിക്കുന്നു, പിന്നെ ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് എങ്ങനെയാണ് അങ്ങ് ചോദിക്കുന്നത്? അവർ സ്പർശിച്ചത് വെറുതെയായിരുന്നു, പക്ഷെ ഇവൾ സ്പർശിച്ചത് വിശ്വാസത്തോടു കൂടെ ആയിരുന്നു. വെറുതെ യേശുവിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചുവരോ, വെറുതെ യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചുവരോ സൗഖ്യം നേടിയില്ല, മറിച്ച് വിശ്വാസത്തോടെ അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ച ഈ സ്ത്രീ മാത്രം സൗഖ്യം നേടി. വാസ്തവത്തിൽ ഇവൾ ഒരുവൾ മാത്രമാണോ യേശുവിൻ്റെ വസ്ത്രത്തിൽ അന്ന് സ്പർശിച്ചിട്ടുണ്ടാകുക? വലിയൊരു ജനക്കൂട്ടമായിരുന്നു യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിലൂടെ യേശു നടന്നു പോയപ്പോൾ ഒത്തിരി പേർ അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചിട്ടുണ്ടാകാം, ഒത്തിരി പേർ അവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവർക്കാർക്കും സൗഖ്യം കിട്ടിയതായി വചനം പറയുന്നില്ല. പക്ഷേ ഇവൾക്ക് സൗഖ്യം കിട്ടിയതായി വചനം പറയുന്നു. കാരണം ഇവൾ വിശ്വസിച്ചിരുന്നു. എന്താണ് വിശ്വസിച്ചിരുന്നത്? ഇവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ എൻ്റെ രോഗം സുഖപ്പെടും. 12 വർഷമായി ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരിക്കുന്ന എൻ്റെ രക്തസ്രാവം എന്ന ഭീകരമായ രോഗം ഇവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ സുഖപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൾ സ്പർശിച്ചപ്പോൾ അവൾക്ക് സൗഖ്യം കിട്ടിയത്. ഉടനെ ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെയും നാം മനസ്സിലാക്കണം, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു എന്ന് ഈശോ പറയുന്നില്ല. എൻ്റെ കൃപ കൊണ്ട് നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നില്ല. നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ സുഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ ആപത്തുകളിൽ നിന്നും കരകയറ്റുന്നത്. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾക്ക് പാപമോചനം നേടിത്തരുന്നത്. നമ്മുടെ വിശ്വാസം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈ വിശ്വാസം ഹൃദയം കൊണ്ടുള്ളതാണെങ്കിൽ, ഈ വിശ്വാസം ബലമുള്ള വിശ്വാസമാണെങ്കിൽ, ഈശോ പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കും, എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കും. ദൈവത്തിൻ്റെ മഹത്വം നാം ദർശിക്കും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വചനം. കാനാൻകാരിയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഈ വചനം നമ്മോട് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ അവളോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവളാണ് ഈ കാനാൻകാരി സ്ത്രീ. ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ശ്രദ്ധിച്ചില്ല. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ വളരെ വിചിത്രമായൊരു മറുപടി നൽകി. പിന്നീട് അവളുടെ വിശ്വാസം കണ്ട് ഈശോ പറയുകയാണ്, മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, അതുകൊണ്ട് നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. നീ വിശ്വസിച്ചതാണ് നിനക്ക് സംഭവിക്കുക. നിന്റെ ഹൃദയം കൊണ്ട് നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിന്റെ ജീവിതത്തിൽ നടക്കും. നിന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരുപക്ഷെ നിനക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല. നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരുപക്ഷെ നിനക്ക് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, ഹൃദയത്തിൽ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക, അത് നിന്റെ ജീവിതത്തിൽ നടക്കും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാമത്തെ വചനം നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാമത്തെ വചനം. ബർത്തിമയോസിന് ഈശോ കാഴ്ച നൽകിക്കൊണ്ട് പറഞ്ഞ വചനമാണ് നാം വായിക്കാൻ പോകുന്നത്. നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു, അവൻ യേശുവിനെ അനുഗമിച്ചു. വഴിയരികിലൂടെ ഈശോ കടന്നു പോയപ്പോൾ ഭിക്ഷക്കാരനായ അന്ധനായ ബർത്തിമയോസ് പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ വിളി കേട്ട് കർത്താവ് അവൻ്റെ മുമ്പിൽ നിന്നു. ഭിക്ഷക്കാരൻ്റെ നിലവിളി കേട്ട് അവൻ്റെ മുമ്പിൽ നിന്നുകൊടുത്ത കർത്താവ് അവനോട് ചോദിക്കുകയാണ്, നിനക്കെന്താണ് വേണ്ടത്? ഉടനെ അവൻ പറയുകയാണ്, എനിക്ക് കാഴ്ച വേണം, ഞാൻ അന്ധനാണ്, എനിക്ക് കാഴ്ച നൽകണം. ഈശോ എന്താണ് പറഞ്ഞത്? എൻ്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞില്ല. എൻ്റെ ശക്തി കൊണ്ട് ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞില്ല.
നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 50-ാമത്തെ വചനം നമുക്ക് നോക്കാം. പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൾക്ക് പാപമോചനം കൊടുത്തുകൊണ്ട് യേശു പറഞ്ഞ വചനമാണിത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ഇപ്പോൾ നമ്മൾ 5 വചനഭാഗങ്ങൾ പരിശോധിച്ചു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാമത്തെ വചനം, ഈശോ ശതാധിപനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാണ്, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ ഈശോ രക്തസ്രാവക്കാരി സ്ത്രീയോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ കാനാൻകാരി സ്ത്രീയോട് പറയുന്നു, നിന്റെ വിശ്വാസം വലുതാണ്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാമത്തെ വചനത്തിൽ ഈശോ ബർത്തിമേയോസിനോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 50-ാമത്തെ വചനത്തിൽ ഈശോ പാപിനിയായ സ്ത്രീയോട് പറയുന്നു, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ 5 വചനഭാഗങ്ങളിലും 2 കാര്യമാണ് ഈശോ പറയുന്നത്. ഒന്ന്, ഈശോ പറയുന്നു നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. രണ്ടാമതായി ഈശോ പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള അനേകം സന്ദർഭങ്ങളുണ്ട്. നമ്മൾ 5 ഉദാഹരണങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നുമായി എടുത്തു എന്ന് മാത്രം. ഈ 5 ഉദാഹരണങ്ങളിലും ഈശോ പറയുന്ന കാര്യം വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. നിന്റെ വിശ്വാസം എത്ര വലുതാണോ അതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ കാണും. നിന്റെ വിശ്വാസം എത്ര ശക്തമാണോ അതനുസരിച്ച് നീ ദൈവമഹത്വം ദർശിക്കും. നീ വിശ്വസിക്കുന്നത് പോലെയാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പോലും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് തമ്പുരാനെ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ നീ അനുവദിക്കുകയാണെങ്കിൽ നിനക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളും ആരും വിശ്വസിക്കാത്ത കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നടക്കും. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് അവരോട് പറഞ്ഞ തമ്പുരാൻ ഇന്ന് നമ്മോടും അത് തന്നെ പറയുന്നു. നമ്മൾ വിശ്വസിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. യേശുവിൻ്റെ അടുത്തേക്ക് വിശ്വാസത്തോടെ വന്നവരുടെ കാര്യമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി യേശുവിനെ കേട്ടപ്പോൾ വിശ്വസിക്കാൻ സാധിക്കാതിരുന്ന കുറച്ച് പേരുണ്ട്. അവരോട് യേശുവിൻ്റെ സമീപനം എന്തായിരുന്നു? ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കുകേട്ട് പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവന് ഇത് എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും ജോസഫ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാർ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരുന്നത്? അവർ ബുദ്ധി കൊണ്ടാണ് ആലോചിച്ചത്. ഇവന് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി? ഇവൻ നമ്മുടെ നാട്ടിൽ ജനിച്ചവനല്ലേ? ഇവൻ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരങ്ങൾ നമ്മുടെ കൂടെയില്ലേ? നമ്മുടെ കൂടെ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഇവന്, ഈ മരപ്പണിക്കാരന് ഇത്രയും വലിയ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഇവൻ എങ്ങനെയാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ അവർ പരാജയപ്പെട്ടു. ബുദ്ധി കൊണ്ട് കാരണങ്ങൾ അന്വേഷിക്കുന്നു, ബുദ്ധി കൊണ്ട് അടിസ്ഥാനങ്ങൾ അന്വേഷിക്കുന്നു. സാധാരണ മരപ്പണിക്കാരനായ യേശുവിലുള്ള ദൈവത്വത്തെ കണ്ടെത്തുവാൻ അവർ പരാജയപ്പെട്ടു. അവരുടെ കൺമുമ്പിൽ ജീവിച്ച ഒരു സാധാരണ മനുഷ്യനായി, ഒരു തച്ചൻ്റെ മകനായി മാത്രമേ കാണുവാൻ അവർക്ക് സാധിച്ചുള്ളൂ. കാരണം ബുദ്ധി കൊണ്ടാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ യേശുവിൽ യാതൊരു പ്രത്യേകതയും കാണാൻ അവർക്ക് സാധിച്ചില്ല. യേശുവിൽ വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് വചനം പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. അതിൻ്റെ ഫലം എന്തായിരുന്നു? അടുത്ത വചനത്തിൽ നമുക്ക് വായിക്കാം. ഈശോ പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ
മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. മറ്റു അത്ഭുതമൊന്നും അവൻ അവിടെ ചെയ്തില്ല എന്നല്ല വചനം പറയുന്നത്. മറ്റു അത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. ആർക്ക് സാധിച്ചില്ല? കടലിനെ ശാന്തമാക്കിയ യേശുവിന് സാധിച്ചില്ല. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ യേശുവിന് സാധിച്ചില്ല. ലാസറിനെ ഉയർപ്പിച്ച യേശുവിന് സാധിച്ചില്ല. രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം നൽകിയ യേശുവിന് സാധിച്ചില്ല. ബർത്തിമേയുസിന് കാഴ്ച നൽകിയ യേശുവിന് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ അവർ പരാജയപ്പെട്ടു. ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ പരിശ്രമിച്ചു, ബുദ്ധി കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണങ്ങൾ കാണാത്തത് കൊണ്ട് അവർ വിശ്വസിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യം കൊണ്ട് ഈശോയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാനും സാധിച്ചില്ല. ഈശോ അത്ഭുതങ്ങൾ ചെയ്തില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഈശോ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയി എന്നാണ് പറയുന്നത്. ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. 6-ാം അധ്യായം 6-ാമത്തെ വചനം. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ സാധിക്കാതെ പോയത്? അവരുടെ വിശ്വാസരാഹിത്യം കൊണ്ട്. അവർ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിച്ചതുകൊണ്ട്, കാരണങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിച്ചതുകൊണ്ട് ഈ യേശുവിന്, നമ്മുടെ ഇടയിൽ ജനിച്ചു വളർന്ന ഇവന്, ഈ തച്ചൻ്റെ മകന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ ആരാണ് ഇവന് ശക്തി കൊടുത്തത്? ഇവൻ്റെ ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്താണ്? ഇവൻ്റെ സഹോദരങ്ങൾ നമ്മുടെ കൂടെയല്ലേ? ഇവൻ്റെ സഹോദരിമാർ നമ്മുടെ കൂടെയല്ലേ? ഇവൻ ആരാണ്? ഇവൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പരിശ്രമിച്ചു. ഒരു ഉത്തരവും കിട്ടിയില്ല. വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഹൃദയം സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് അവർ വെറുതെ മടങ്ങിപ്പോയി. അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചില്ല. അത്ഭുതങ്ങൾ ചെയ്യാൻ ഈശോയ്ക്ക് സാധിച്ചില്ല. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം ഇതാണ്: ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെയും ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ചും വ്യത്യാസങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. ബുദ്ധി കൊണ്ട് വിശ്വസിച്ചവർ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് വിശ്വാസം അർപ്പിക്കാൻ സാധിച്ചില്ല എന്ന് നാം കണ്ടു. എന്നാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ചവരാകട്ടെ ഏത് പ്രതിസന്ധികളിലും, വിശ്വസിക്കാൻ കാരണമില്ലാത്ത സാഹചര്യങ്ങളിലും അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോയി തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ വലിയ കൃപകൾ വർഷിച്ചു. വിശ്വാസത്തിൻ്റെ, യഥാർത്ഥ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണം അത് വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26-ാമത്തെ വചനം. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26-ാമത്തെ വചനം. ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. വിശ്വാസം വാക്കിൽ ഒതുങ്ങേണ്ടതല്ല, വിശ്വാസം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി വരേണ്ടതാണ്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. ആത്മാവില്ലാത്ത ശരീരം മരിച്ചതാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്, ജീവനില്ലാത്തതാണ്, മരിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച പള്ളിയിൽ പോയതുകൊണ്ടോ യേശു ഏകരക്ഷകനാണെന്ന് വാക്കുകൊണ്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ടോ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. മറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലേക്ക് നാം കൊണ്ടുവരണം. വിശ്വാസം പ്രവൃത്തിയിലൂടെ നമ്മൾ സാധൂകരിക്കണം. വിശ്വാസത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തണം. വിശ്വാസം സാക്ഷ്യപ്പെടുത്താനുള്ളതാണ്. വിശ്വാസം മനസ്സിൽ ഒളിച്ചു വയ്ക്കാനുള്ളതല്ല. വിശ്വാസം കുടുംബങ്ങളിൽ ഒളിച്ചു വയ്ക്കാനുള്ളതല്ല. വിശ്വാസം ജനമധ്യത്തിൽ തെളിയിക്കാനുള്ളതാണ്. വിശ്വാസം ജനമധ്യത്തിൽ സാക്ഷ്യപ്പെടുത്താനുള്ളതാണ്. പ്രവർത്തികളിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. നമ്മൾ നിർജീവമായ വിശ്വാസം കൊണ്ടു നടക്കേണ്ടവരല്ല, ജീവിക്കുന്ന വിശ്വാസം, ശക്തമായ വിശ്വാസം കൊണ്ട് നടക്കേണ്ടവരാണ്. ഇത് മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കാനുള്ളതല്ല, കുടുംബത്തിൽ സ്വകാര്യമായി ജീവിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന് ജനമധ്യത്തിൽ നമ്മൾ സാക്ഷ്യം കൊടുക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒളിച്ചു വയ്ക്കാനുള്ളൊരു വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായി സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വചനം. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല
നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. വാക്കിലും സംസാരത്തിലുമല്ല നമ്മൾ സ്നേഹം കാണിക്കേണ്ടത്. നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് ജീവിതത്തിലാണ്, പ്രവൃത്തിയിലാണ്. ഇതുപോലെ വിശ്വാസം നമ്മൾ പറയേണ്ടത് വാക്കിലൂടെയല്ല, സംസാരത്തിലൂടെയല്ല. വിശ്വാസത്തെ നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാണ്. പ്രതിബന്ധങ്ങൾക്കിടയിൽ, പ്രതിസന്ധികൾക്കിടയിൽ, തകർച്ചകളിൽ, പരാജയങ്ങളിൽ, രോഗങ്ങളിൽ, വേദനകളിൽ ഈ വിശ്വാസത്തിന് നാം സാക്ഷ്യം കൊടുക്കണം. ജീവിതത്തിൽ ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, എല്ലാം നന്നായി പോകുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം എന്ന് പറയുക വളരെ എളുപ്പമാണ്. പക്ഷെ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിൽ ആശ്രയിച്ച് നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയണമെങ്കിൽ നമുക്ക് യഥാർത്ഥമായ വിശ്വാസം ഉണ്ടാകണം. വിശ്വസിക്കാൻ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ കാരണമില്ല എങ്കിലും ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ നാം പഠിച്ചാൽ മാത്രമേ പ്രതിസന്ധികളിലും തകർച്ചകളിലും വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്ത് രോഗങ്ങൾ വന്നാലും, എന്ത് തകർച്ചകൾ ഉണ്ടായാലും, എത്ര പീഡനങ്ങൾ ഉണ്ടായാലും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലേക്ക് നാം കൊണ്ടുവരണം. ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ള വിശ്വാസമാണ്? അത് യഥാർത്ഥ വിശ്വാസമാണോ? യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ തമ്പുരാൻ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നാം കണ്ടു. നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. ഇതാണ് വിശ്വസിക്കുന്നവന് കർത്താവ് കൊടുത്തിട്ടുള്ള വാഗ്ദാനം. ഈ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ 2 ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് നാം കണ്ടു. യഥാർത്ഥ വിശ്വാസം ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത പ്രവൃത്തികളിലേക്ക് ഇറങ്ങി വരുന്ന വിശ്വാസമാണ്. ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും നാം കണ്ടു. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? നമ്മൾ ബുദ്ധി കൊണ്ടാണോ വിശ്വസിക്കുന്നത്, അതോ ഹൃദയം കൊണ്ടാണോ വിശ്വസിക്കുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വിശ്വസിച്ചതുപോലെ, ജോബ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുപോലെ, അബ്രഹാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുപോലെ, പ്രതിസന്ധികൾക്കിടയിലും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴും, കാരണങ്ങൾ അറിയാത്തപ്പോഴും, പ്രതിസന്ധികൾ ഉള്ളപ്പോഴും ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നാം വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപകളുണ്ടാകും. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഈ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ വിശ്വാസം ബലഹീനമാണെങ്കിൽ ബലപ്പെടുത്താം. വിശ്വാസം ശക്തമാണെങ്കിൽ ശക്തമായി തന്നെ തുടരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയം കൊണ്ട് വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം വാക്കിലും സംസാരത്തിലും ഒതുക്കി നിർത്താതെ പ്രവൃത്തിയിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വരുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തെ സമർപ്പിക്കാം, ഇപ്പോഴുള്ള വിശ്വാസത്തെ സമർപ്പിക്കാം. കൂടുതൽ തീക്ഷ്ണമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നാം കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലം നൽകട്ടെ. ഈ വചനങ്ങളുടെ ബലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പം വസിക്കുന്ന തമ്പുരാനെ നമുക്ക് കാണാം. ആ തമ്പുരാൻ്റെ കരുണയാചിക്കാം. അവൻ്റെ കരുണയാൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവതാതനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവദാതനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം, കർത്താവിനെ സ്തുതിക്കാം. ഈശോയെ ആരാധിക്കുന്നു, ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. തമ്പുരാന്റെ പക്കലേക്ക് നമുക്ക് കൈകൾ ഉയർത്താം. നമ്മോടൊപ്പമായിരിക്കുവാനായി നമ്മുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന ഈശോയുടെ പരിശുദ്ധ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ വ്യക്തമായി കാണുന്നവൻ, നമ്മെ അനുഗ്രഹിക്കുന്നവൻ ഇതാ നമ്മോടൊപ്പം. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, അവിടുത്തെ കണ്ണുകൾക്കെല്ലാം സ്പഷ്ടമാണ്, വ്യക്തമാണ്. അവിടുത്തെ മുമ്പിൽ നിന്ന് ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവൻ്റെ മുമ്പിലാണ്. നമ്മൾക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അവൻ നമ്മെ വ്യക്തമായി കാണുന്നു, ഓരോരുത്തരെയും വ്യക്തിപരമായി കാണുന്നു. ആ തമ്പുരാന്റെ പക്കലേക്ക് കൈകൾ ഉയർത്താം. നമുക്ക് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, പരമവൈദ്യനായ ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. കാരുണ്യവാനായ കർത്താവേ, കരുണ തോന്നണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കരുണയായിരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരണമേ. വിശ്വാസം നഷ്ടപ്പെട്ടവരെ കർത്താവെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വിശ്വാസത്തിൽ വളർത്തണമേ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനുള്ള കൃപ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗായക സംഘത്തോടൊപ്പം നമുക്ക് ചേർന്ന് പാടാം. ഇന്ന് നാം കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നന്ദി, യേശു നന്ദി. ചേർന്ന് പാടാം, ചേർന്ന് പാടാം. ഏകനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹദാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ഈശോയെ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി പാടട്ടെ, വിശ്വാസത്തോടെ പാടട്ടെ. ഈ ആരാധനയുടെ നിമിഷങ്ങൾ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്, അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാണ്. നമുക്ക് ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടട്ടെ. ആരാധിക്കുന്നു, ഞങ്ങൾ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് പാടാം. ഈശോയെ ആരാധിക്കുന്നു. ആമേൻ, ആമേൻ യേശുനാഥാ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥാ. ആമേൻ, ആമേൻ
ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ 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 നിത്യപിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സർവശക്തനായ ദൈവം ഇതാ നമ്മുടെ മുമ്പിൽ, നമ്മെ സ്നേഹിക്കുന്ന തമ്പുരാൻ ഇതാ നമ്മുടെ മുമ്പിൽ, നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവ് ഇതാ നമ്മുടെ മുമ്പിൽ. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം, കുടുംബങ്ങളെ സമർപ്പിക്കാം, ആഗ്രഹങ്ങളെ സമർപ്പിക്കാം, നിയോഗങ്ങളെ സമർപ്പിക്കാം, രോഗങ്ങളെ സമർപ്പിക്കാം. എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്രാഹത്തെ പോലെ വിശ്വസിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ജോബിനെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. മറിയത്തെ പോലെ വിശ്വസിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. യേശുവേ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപകൾ വർഷിക്കണമേ, അനുഗ്രഹങ്ങൾ വർഷിക്കണമേ, രോഗശാന്തികൾ വർഷിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. നാളിതുവരെയുള്ള നമ്മുടെ ജീവിതത്തെ തമ്പുരാന് മുമ്പിൽ സമർപ്പിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ടായ പോരായ്മകളെ കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ നമ്മളെങ്ങനെയാണ് വിശ്വസിച്ചത്? ബുദ്ധി കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു, എന്തിനും ഏതിനും കാരണങ്ങൾ അന്വേഷിക്കുന്നവരായിരുന്നു, മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെ തള്ളിപ്പറയുന്നവരായിരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാലോചിച്ച് വിശ്വാസത്തിൽ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് തമ്പുരാൻ നമുക്ക് വ്യക്തമാക്കി നൽകുന്നു, നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? വചനഭാഗങ്ങളിൽ നാം കണ്ടു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസമുള്ളവർ. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ പോലും ബുദ്ധി കൊണ്ട് ഏറ്റുപറഞ്ഞു, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്നൊക്കെ. വിശുദ്ധ യാക്കോബ് സ്ലീഹ പറയുന്നു, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? നല്ല കാര്യം. പക്ഷേ പിശാചുക്കൾ പോലും അങ്ങനെ വിശ്വസിക്കുന്നു. എങ്കിൽ നിന്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ നിനക്ക് ചങ്കുറപ്പുണ്ടോ? നിന്റെ വിശ്വാസം ജനമധ്യത്തിൽ ഏറ്റുപറയുവാൻ, വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകുന്നുള്ളൂ. ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതരങ്ങൾ കൊണ്ട് ഉറിവിടുന്നത് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ലക്ഷണമല്ല. വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, ദൈവമഹത്വം കാണണമെങ്കിൽ ഈ വിശ്വാസം നമ്മിലുണ്ടാകണം. കാറ്റിനെ ശാസിച്ചവൻ, കടലിനെ ശാന്തമാക്കിയവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, ബർത്തിമേയുസിന് കാഴ്ച കൊടുത്തവൻ, രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം നൽകിയവൻ, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയവൻ, നസ്രത്തിലെ കൊച്ചു ഗ്രാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കാതെ അവിടം വിട്ടുപോയി. എന്തുകൊണ്ടാണ് അവന് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോയത്? അവരുടെ വിശ്വാസരാഹിത്യം കൊണ്ട്. ഈ ദൈവവചന ശുശ്രൂഷയിലും ഈ ആരാധനയുടെ നിമിഷങ്ങളിലും
സമയം ചിലവഴിക്കുമ്പോൾ അത് വിശ്വാസത്തോടു കൂടെയാണ് എങ്കിൽ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും. ദൈവമഹത്വം ദർശിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കും. എന്നാൽ വിശ്വാസമില്ലാതെയാണ് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ നമ്മെ സഹായിക്കാൻ തമ്പുരാന് പോലും സാധിക്കില്ല എന്ന് വചനത്തിൽ നാം കണ്ടു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ബലപ്പെടുത്താം. വിശ്വസിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളിതുവരെ എങ്ങനെയാണ് വിശ്വസിച്ചതെന്ന് അല്പസമയം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. എന്നിട്ട് ആ അവിശ്വാസത്തെ, അല്ലെങ്കിൽ അല്പവിശ്വാസത്തെ, അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൂടുതൽ കൃപയ്ക്ക് വേണ്ടിയും വിശ്വസിക്കുവാനുള്ള വരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനം. നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നീ ഭയപ്പെടേണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ആ വിശ്വാസത്തിൻ്റെ വലിയ വളർച്ചയിലേക്ക്, വിശ്വാസത്തിൻ്റെ പക്വതയിലേക്ക് വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നമുക്ക് ഏറ്റുപാടാം വിശ്വാസത്തോടെ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പാടാം. വിശ്വാസത്തോടെ നിലവിളിക്കാം. ഏറ്റുപാടാം. കർത്താവേ, നാഥനേ, എല്ലാവരും ചേർന്ന് പാടട്ടെ. യേശുവേ രക്ഷകാ, വിശ്വാസത്തോടെ നമുക്ക് വിളിക്കാം. കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് ശതാധിപനോട് അരുളി ചെയ്ത കർത്താവ് ഇതാ ഈ തിരുവോസ്തിയിൽ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞ ഈശോ ഇതാ ഈ തിരുവോസ്തിയിൽ. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് കാനാൻകാരി സ്ത്രീയോട് പറഞ്ഞ കാരുണ്യവാനായ കർത്താവ് ഇതാ നമ്മോടൊപ്പം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ബർത്തിമേയോസിനോട് പറഞ്ഞ സൗഖ്യദായകനായ ഈശോ ഇതാ ഈ തിരുവോസ്തിയിൽ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പാപിനിയായ സ്ത്രീയോട് പറഞ്ഞ ഈശോ ഇതാ നമ്മുടെ മുമ്പിൽ. അവരുടെ വിശ്വാസം അവർ രക്ഷിച്ചുവെങ്കിൽ, അവരുടെ വിശ്വാസം അവരുടെ ജീവിതത്തിൽ രക്ഷയ്ക്കും സൗഖ്യത്തിനും പാപമോചനത്തിനും കാരണമായി എങ്കിൽ, അവർ വിശ്വസിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിൽ, ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. നമ്മുടെ വിശ്വാസവും നമ്മുടെ സൗഖ്യത്തിനും, നമ്മുടെ രക്ഷയ്ക്കും, നമ്മുടെ പാപമോചനത്തിനും, നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും, നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും കാരണമാകും. ഈ വിശ്വാസത്തോടെ നമുക്ക് തമ്പുരാന്റെ പക്കലേക്ക് കൈകൾ ഉയർത്താം. ബർത്തിമയോടും പാപിനിയായ സ്ത്രീയോടും ശതാധിപനോടും കനാൻ സ്ത്രീയോടും രക്തസ്രാവക്കാരി സ്ത്രീയോടും സംസാരിച്ച തമ്പുരാൻ ഇതാ നമ്മുടെ മുമ്പിൽ. അവൻ്റെ പക്കലേക്ക് നമുക്ക് വിശ്വാസത്തോടെ കൈകൾ ഉയർത്താം. നമ്മുടെ വിശ്വാസത്തെ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ പക്കലേക്ക് കൈകൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഈ ആരാധനയുടെ നിമിഷങ്ങൾ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്, അത്ഭുതങ്ങളുടെ നിമിഷങ്ങൾ. എല്ലാവരും സ്തുതിക്കട്ടെ, വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ, വിശ്വാസത്തിൽ സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, കൃപകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. യേശുവേ നന്ദി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദാഹത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ, കാരുണ്യം ചൊരിയണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഹൃദയം കൊണ്ട് വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ, ബുദ്ധി കൊണ്ട് വിശ്വസിക്കാതെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാനുള്ള ശക്തി നൽകണമേ, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കൈകളടിച്ച് ഗായക സംഘത്തോടൊപ്പം പ്രാർത്ഥിക്കാം. കൈകളടിച്ച് നമുക്ക് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കാം. ആരാധന ആരാധന ആരാധന. ദൈവത്താൽ സാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ദൈവത്താൽ സാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. ആദിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാനായി ശിരസ്സ് തമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,